വി ഡി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 100 ദിവസമൊന്നും ആയില്ല, ഒരു മാസം പിന്നിട്ടേയുള്ളൂ. ഇതിനോടകം തന്നെ ഒരുപാട് വിവാദങ്ങൾ, വിമർശനങ്ങളൊക്കെ അദ്ദേഹം നേരിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറേയധികം മികച്ച കാര്യങ്ങളിൽ അദ്ദേഹം ശ്രദ്ധേയമാവുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും ദിവസത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വി ഡി സർക്കാർ മെച്ചമാണോ അതോ നമുക്ക് നമ്മളൊരു സർക്കാരിനെ വിലയിരുത്തേണ്ട സമയമായിട്ടില്ല എന്ന് തന്നെ ഞാൻ കാണുന്നത്. കാരണം 10 വർഷം മറ്റൊരു മുന്നണി ഭരിച്ച ഒരിടത്തേക്കാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനം ഏൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പുതിയ മന്ത്രിസഭ അധികാരമേൽക്കുന്നു. അത് കുറച്ച് വൈകിയാണ്. മുഖ്യമന്ത്രി സ്ഥാനം നിശ്ചയിക്കാൻ തന്നെ വൈകിയ ഒരു കഥ നമുക്കറിയാം. മാത്രമല്ല 10 വർഷം ഒരു ബ്യൂറോക്രാറ്റിക് സെറ്റപ്പിൽ നിന്നൊരു സ്ഥലത്ത് ആ ബ്യൂറോക്രസിയെ തങ്ങൾക്ക് അനുകൂലമായി, കാരണം ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് BJP-യുടെ പോലെയാണ്. അവരിരുന്ന് കഴിഞ്ഞാൽ ആ ബ്യൂറോക്രാറ്റിക് സെറ്റപ്പ് മുഴുവൻ അവർക്ക് അനുകൂലമായ, പോലീസ് ആണെങ്കിലും സെക്രട്ടേറിയറ്റ് ആണെങ്കിലും മറ്റ് സംവിധാനങ്ങളാണെങ്കിലും കളക്ടറാണെങ്കിലും ഒക്കെ അത് ഒരു സംവിധാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ്. അതിപ്പോൾ നോക്കാൻ നമ്മൾ കണ്ടു, ആരോഗ്യ വകുപ്പിലൊക്കെ ഉണ്ടായ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു. അത് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അത് മാറിയെടുക്കുക എന്നുള്ളത് ഒരു സമയമെടുക്കും. ഗവൺമെൻറ് പ്ലീഡറുടെ നിയമനത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾ കണ്ടു. ഇത്തരം പ്രാഥമികമായ പ്രശ്നങ്ങളുണ്ട്. ഞാൻ അത്തരം വിവാദങ്ങളൊന്നും വളരെ ഗൗരവമായിട്ട് എടുക്കുന്നില്ല. കാരണം ആ വിവാദങ്ങളൊക്കെ ഒരു 10 വർഷം കഴിഞ്ഞ് ഒരു ഗവൺമെൻറ് വരുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളല്ല വിവാദം. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഗവൺമെൻറ് ചെയ്ത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് തന്നെ ഞാനിപ്പോഴും വിചാരിക്കണം. ഒരു സംശയവും വേണ്ട. ഇപ്പോൾ സ്ത്രീകളുടെ യാത്ര ഞങ്ങളൊക്കെ വളരെ മുമ്പേ തന്നെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അത് വെറും സൗജന്യമല്ല, സ്ത്രീകളുടെ ഒരു മൊബിലിറ്റി എംപവർമെൻറ്റുമാണ്. സ്ത്രീകളുടെ കൂടുതൽ സ്ത്രീകൾ യാത്ര ചെയ്യുന്നു എന്നുള്ളത് ഒരു സമൂഹത്തിൻ്റെ നല്ല ലക്ഷണമാണ്. മാത്രമല്ല അത് ഇപ്പോൾ ആളുകൾ പറയുന്ന മാതിരി വലിയ കാറുകാരൊന്നും അല്ല അതിൽ കയറുന്നത്. ഓർഡിനറി ബസ്സിൽ കയറി പോകുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ വരുമാനക്കാരാണ്. ഇന്നലെ അസംബ്ലിയിൽ പറഞ്ഞ ഏതാണ്ട് 5 ലക്ഷം സ്ത്രീകൾ കൂടുതലായി ട്രാൻസ്പോർട്ടിൽ കയറിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അത് നല്ലൊരു കാര്യമാണ്. അതിൻ്റെ ബസ്സിൻ്റെ എണ്ണം കുറവുണ്ട്, ചില പ്രദേശത്ത് കുറവുണ്ട്, ഫാസ്റ്റും ഒക്കെ വ്യത്യാസമുണ്ട്. പക്ഷേ ശരാശരി ഒരു 3000 വണ്ടികൾ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാൻ കഴിയുന്നു കേരളത്തിൽ നിന്ന് നല്ല കാര്യമാണ്, പോസിറ്റീവാണ്. അത് മാത്രമല്ല ഇപ്പോൾ ഉടനെ തന്നെ ആശ അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നു. കേരളയിൽ പോലെ ജനങ്ങൾ വല്ലാതെ എതിർത്ത സംഗതികൾ വേണ്ടാന്ന് വയ്ക്കുന്നു. അങ്ങനെ കുറേ പോസിറ്റീവായ കാര്യങ്ങളുണ്ട്. ഒരു വിഷനുള്ള ആളാണ് സതീശൻ എന്നാണ് നമുക്ക് ഇതുവരെ കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ, ഒരു പൊതുചിത്രം. പക്ഷെ അത് പറയുമ്പോഴും ചില കാര്യങ്ങളിൽ അദ്ദേഹം അഡമൻ്റ് ആവുന്നു എന്നൊരു വാദമുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ ഗവൺമെൻറ്റും ഈ ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു കമ്പാരിസൺ എപ്പോഴും നമ്മൾ ചെയ്യും സാധാരണഗതിക്ക്. അതിലുള്ള ഒരു പ്രധാന വ്യത്യാസം, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നായി നമ്മൾ കണ്ടത് അതിലൊരു ഏകാധിപത്യ ഘടനയുണ്ടായിരുന്നു എന്നുള്ളതാണ്. പലരും ഞാനല്ലാതെ മറ്റാരുണ്ട് എന്ന ചോദ്യം തെറ്റായി പോയി എന്ന് CPM-കാർ തന്നെ വിലയിരുത്തിയ ഒരു കാലമാണ്. കോൺഗ്രസിനെ UDF-നെ സംബന്ധിച്ചിടത്തോളം വേറൊരു സ്ട്രക്ചറാണ് അതിനുള്ളത്. കോൺഗ്രസിനകത്ത് തന്നെ ഒരല്പം കൂടുതൽ ജനാധിപത്യമുണ്ട്. UDF-ൽ അത് പിന്നെയുള്ള ജനാധിപത്യമുണ്ട്. മാത്രമല്ല ഈ UDF അധികാരത്തിൽ വരുമ്പോഴാണ് കേരളത്തിലെ സാമൂഹിക ശക്തികൾക്ക് കൂടുതൽ ഒരു സ്പേസ് കിട്ടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ പിണറായി ഗവൺമെൻറ് കാലത്ത് 10 നായന്മാർ കേരളത്തിലെ മന്ത്രിസഭയിലുണ്ടായിരുന്നു. ആരും ചോദിച്ചില്ല എന്താ നായന്മാർ കൂടുതൽ. നേരെ മറിച്ച് സതീശൻ്റെ മന്ത്രിസഭയിൽ ലാറ്റിൻ കുറവാണ്, അല്ലെങ്കിൽ റോമൻ കുറവാണ്, അല്ലെങ്കിൽ മറ്റവർ കുറവാണ്, ഇവർ കൂടുതലാണ് എന്ന വാദം ഉയർന്നു വരുന്ന അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ട്. താക്കോൽ സ്ഥാനം നായന്മാർക്ക് തന്നെയാണ്. അത് താക്കോല് കിട്ടി. ഞാൻ പറഞ്ഞേ അതിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ 4 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വന്നത് 4 നായന്മാരായിരുന്നില്ലേ? കേരളത്തിൽ വാദം വന്നാൽ ശശി തരൂർ, അല്ലെങ്കിൽ 5 വന്നാൽ മുരളീധരൻ, ഞാൻ അതടക്കം വന്നാലും എല്ലാ നായന്മാരാണ്. അത് വേറെ വിഷയം. പക്ഷേ നായന്മാരുടെ ആ ചോദ്യം ഇപ്പോൾ വരുന്നുണ്ട്, അന്നതില്ല. ഞാൻ പറഞ്ഞ പോയിന്റ് പൊതുസമൂഹത്തിൽ അതില്ല. രണ്ടാമത്തെ കാര്യം, ഈ UDF-ന്റെ വിജയം അതെങ്ങനെ ഉണ്ടായി എന്നും LDF-ന് എങ്ങനെ പരാജയപ്പെട്ടു എന്നും രണ്ടുപേരും ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു പൊതു തോന്നൽ. അതിനൊരു കാരണം, യഥാർത്ഥത്തിൽ ഈ ഒരു പാർട്ടി തോൽക്കുന്നതും മറ്റേ പാർട്ടി ജയിക്കുന്നതും അവർ രണ്ടുപേരുടെയും കഴിവുകേട് കൊണ്ടും മാത്രമല്ല. CPM-ന് LDF-നും ഈ ഭരണം നഷ്ടപ്പെടുന്നതിന് UDF-ന്റെ എന്തെങ്കിലും ഒരു വലിയ മാജിക് ഉണ്ടായതിനേക്കാൾ കൂടുതൽ മറ്റ് പല ഫാക്ടേഴ്സ് ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിലൊരു ഫാക്ടർ എന്ന് പറയുന്നത് കേരളത്തിൽ വലിയൊരു പൊതുസമൂഹം രൂപപ്പെട്ടിട്ടുണ്ട്. എങ്ങോട്ട് വേണമെങ്കിലും വോട്ട് ചെയ്യാവുന്ന ഒരു വലിയ സമൂഹം കേരളത്തിലുണ്ട്. ആ സമൂഹം സിവിൽ സമൂഹം എന്ന് ജനാധിപത്യത്തിൽ പറയും. അത് ഇപ്പോൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ അത് വളരെ കൂടുതലാണ്. ഫ്ലോട്ടിംഗ് വോട്ട് എന്നാണ് അവരതിന് പറയുക. അപ്പോൾ റിപ്പബ്ലിക്കനും ഡെമോക്രാറ്റും ഉണ്ടെങ്കിലും റിപ്പബ്ലിക്കനും ഡെമോക്രാറ്റും തമ്മിലുള്ള വ്യത്യാസം അത് ജയിക്കുന്നു തീരുമാനിക്കുന്നത് ഈ ഫ്ലോട്ടിംഗ് വോട്ടാണ്. കേരളത്തിൽ അത് വളരെ കുറവായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ അത് വളരെ കൂടുതലാണ്. ആ ഫ്ലോട്ടിംഗ് വോട്ടിൽ
മുമ്പ് CPM വോട്ട് ചെയ്തിരുന്നവര്, കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്നവര്, BJPക്ക് വോട്ട് ചെയ്തിരുന്നവര്, ലീഗിന് വോട്ട് ചെയ്തിരുന്നവരൊക്കെ ഉണ്ടായില്ലേ ആ ഫ്ലോട്ടിംഗ് വോട്ടാവുന്നത്. ആ വോട്ട് അതൊരു പൊതുസമൂഹത്തിൻ്റെ ഒരു വിശ്വാസ്യതയ്ക്ക് കിട്ടിയ വോട്ടാണ് എന്ന് UDF, LDF എന്ന് മനസ്സിലായിട്ടില്ലെങ്കിലും UDFന് അത് ബോധ്യപ്പെടാൻ ഇനി സമയം വേണം. അത് ബോധ്യപ്പെട്ടില്ലെങ്കിൽ VD സതീശൻ സർക്കാർ പരാജയമായിരിക്കും. കാരണം എന്താ വെച്ചാൽ അതാണ് ഇവരെ നിലനിർത്തുന്നത്. എന്നിട്ട് കോൺഗ്രസിന് ഇപ്പോൾ കിട്ടിയ വലിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 102 സീറ്റ് മാത്രമല്ല, പല മണ്ഡലങ്ങളിലും കിട്ടിയ ഭൂരിപക്ഷം നമ്മളെ ഞെട്ടിക്കുന്നതാണ്, അവരെ ഞെട്ടിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ വോട്ട് എപ്പോഴും ഇവർക്ക് സ്ഥായിയായ വോട്ടല്ല, അത് ജനങ്ങളുടെ പിന്തുണയല്ല. ഒരുപക്ഷെ പഴയ ഗവൺമെൻറ്റിനോട് എതിരാവാം, അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയിട്ടാവാം, തീർച്ചയായിട്ടും. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഭരണം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് വളരെ ഗൗരവതരമായൊരു കാര്യം. രത്തൻ ഖേൽക്കറിനെ പോലുള്ള ഒരാളുടെ നിയമനം, അതോടൊപ്പം തന്നെ VC-മാരുടെ സംഘപരിവാർ ബന്ധം, ഇതൊക്കെ ആണ് വിവാദങ്ങളിലേക്ക് നയിച്ചത്, വിമർശനങ്ങളിലേക്ക് നയിച്ചത്. ഒപ്പം PM ശ്രീയും അറബിക്കടലിൽ തള്ളുമെന്ന് പറയുന്ന PM ശ്രീ എന്തുകൊണ്ട് ഒപ്പിടാൻ അല്ലെങ്കിൽ തുടരുമെന്ന് അദ്ദേഹം ശാഠ്യം പിടിച്ചു. അല്ല, അവിടെയാണ് ഇപ്പൊ രത്തൻ കേൽക്കറിന്റെ കാര്യത്തിൽ ഞാൻ അത്ര പറയിട്ടല്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ രത്തൻ കേൽക്കർ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ്, അയാൾ സെൻട്രൽ ഗവൺമെന്റ് വെച്ച ഓഫീസറല്ല, ഇവിടുന്ന് പിണറായി വിജയൻ കൊടുത്ത ലിസ്റ്റിൽ നിന്ന് വെച്ച ഒരാളാണ് തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട്. അത് അയാൾ തിരിച്ചു വന്നാൽ ഇവിടെ ഏതെങ്കിലും ഒരു വകുപ്പിൽ ചേരണം. അയാൾ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആവണോ, ധനകാര്യ സെക്രട്ടറി ആവണോ, ആഭ്യന്തര സെക്രട്ടറി ആവണോ എന്ന് തീരുമാനിക്കാന്നുള്ളൂ. അയാൾ ഇവിടുന്ന് ഡൽഹിക്ക് പറഞ്ഞു വിടാനൊന്നും പറ്റില്ല. കേരള കേഡറിലെ ഒരു ഓഫീസറാണ്. അതിനേക്കാൾ ഇപ്പം നേരത്തെ പറഞ്ഞു PM ശ്രീയുടെ കാര്യത്തിൽ വളരെ ഗൗരവതരമായൊരു പ്രശ്നമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പൊതുസമൂഹം PM ശ്രീയുടെ കാര്യത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് എടുത്തത് വലിയൊരു തെറ്റായിരുന്നു എന്ന് വിശ്വസിച്ച് അത് തിരുത്തുമെന്ന് പ്രതീക്ഷിച്ച് UDF വോട്ട് ചെയ്തവരാണ്. അത് തിരുത്തും, ഞാനടക്കമുള്ള ആള് അത് തിരുത്തും. ആ ഗവൺമെൻറ് തെറ്റ് തിരുത്തണം. PM ശ്രീ ഒപ്പിട്ടു, അവ എങ്ങനെ തിരുത്താം? അത് പല ചോദ്യങ്ങളുണ്ട്. അതിൽ നിന്ന് പിന്മാറാൻ പറ്റുമോ? ടെക്നിക്കലായ പ്രശ്നങ്ങളുണ്ട്, ലീഗലായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ടെക്നിക്കലും ലീഗലിനും അപ്പുറത്ത് അത് രാഷ്ട്രീയമായൊരു പ്രശ്നമാണ് എന്നാണ് കേരളീയ സമൂഹം കാണുന്നത്. അതുകൊണ്ടാണ് അവിടെയാണ് പ്രശ്നം. നമ്മൾ ടെക്നിക്കലായൊക്കെ പറയാം. ഇപ്പോൾ വിഴിഞ്ഞം കരാറ് UDF ഒപ്പിട്ടു, അതുകൊണ്ട് ഞങ്ങൾക്ക് മാറാൻ പറ്റില്ല, കൊടൽ കൊള്ളയാണെങ്കിലും ഞങ്ങൾ മുമ്പോട്ട് പോവാണ് എന്ന് ദേശാഭിമാനി എഴുതിയിട്ട് പിണറായി വരുമ്പോൾ അത് കൊണ്ടുപോകുന്നു. അതുപോലെ ചെയ്യാൻ പാടില്ല, അത് തെറ്റായിരുന്നു. അവർക്ക് അങ്ങനെ നിലപാടുണ്ടെങ്കിൽ ഭരണത്തിലിരിക്കുമ്പോൾ നിലപാടും പ്രതിപക്ഷത്തിരിക്കും വേറെ നിലപാടുണ്ട്. ഈ അറബിക്കടലിൽ എറിയണോ കായലിൽ എറിയണോ എന്നുള്ളതല്ല ചോദ്യം. അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഈ ഗവൺമെന്റിന് അനുകൂലമല്ല എന്ന കാര്യത്തിലൊന്നുമില്ല. പിന്നെ VC നിയമനത്തിൽ ഞാൻ അങ്ങനെ പറയില്ല. കേരളത്തിൽ പിണറായി സർക്കാർ ഇരുന്ന കാലത്ത് എത്ര VC-മാരെ ഗവർണർ നിയമിച്ചിട്ടുണ്ട്? ഇതിന് പഠിക്കാനായിട്ടൊരു ഉപമന്ത്രിസഭ. PM ശ്രീ അങ്ങനെയല്ല. PM ശ്രീ അങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല. ഗവർണർ തെറ്റാണ് ചെയ്തത് എന്നുള്ളത് കൊണ്ട് അത് തെറ്റാന്ന് പറയാം, അതിനെതിരെ പ്രതികരിക്കാം, അതൊക്കെ ചെയ്യാം. പിന്നെ എന്തുകൊണ്ടാണ് VD സതീശൻ ഇങ്ങനെ ശാഠ്യം പിടിക്കുന്നത് തുടരുമെന്ന്? അവിടെയാണ് പ്രശ്നം. VD സതീശൻ ശാഠ്യം പിടിക്കുന്നത് ഒന്ന്, അതിൽ നിന്നുള്ള പൈസ കിട്ടുന്നില്ല. ഇപ്പോൾ പിണറായി വിജയൻ തന്നെ അസംബ്ലിയിൽ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് 1000 കോടി രൂപ കിട്ടാണ്ടായിരുന്നു, അതുകൊണ്ട് ഒപ്പിട്ടതാണ്. മനസ്സിലായോ? അതേ വാദം ഇപ്പോൾ VD സതീശൻ ഉന്നയിക്കുകയാണ്. സർക്കാരിന് കിട്ടാനുള്ള പണം എന്തുകൊണ്ട് മേടിച്ചുകൂടാം? പണം മേടിക്കുന്ന ഒരു വിഷയമല്ല PM ശ്രീ. അവിടെയാണെങ്കിലും കുഴപ്പം. ഇനി ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കണമെന്ന് അതിലൊരു കണ്ടീഷനുണ്ട്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, ഒരു സത്യം പറയാം, കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വന്നു കഴിഞ്ഞു. ഇപ്പം 4 കൊല്ലം ഡിഗ്രി കോഴ്സൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞു. NEP നടപ്പാക്കുന്ന സ്കൂളുകളാണ് PM ശ്രീ സ്കൂളുകൾ. അല്ലെ, PM ശ്രീ എടുത്താൽ NEP എല്ലാ സ്കൂളും നടപ്പാക്കേണ്ടി വരും. അത് വേറെ പ്രശ്നം. അതാ അതിൻ്റെ കണ്ടീഷൻ അങ്ങനെയാണ് വരിക. കാരണം നിങ്ങൾക്ക് 4 സ്കൂളിലായിട്ട് ഒരു സിലബസ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. കേരളത്തിലേക്ക് ഇപ്പോൾ കേരള സിലബസ് ഉള്ള ഒരു ബ്ലോക്കിൽ നിന്ന് 2 സ്കൂൾ ഞാൻ എടുത്തു, അതിന് മാത്രമായിട്ട് സിലബസ് ഉണ്ടാക്കാൻ പറ്റും. ഇതിലിപ്പം കരിക്കുലം തീരുമാനിക്കുന്നതിലും അതോടൊപ്പം തന്നെ ഏതൊക്കെ സ്കൂളുകളിൽ ഇത് നടപ്പിലാക്കണം, ഇതിന്റെ ഒരു സേ സംസ്ഥാന സർക്കാരിന് ഉണ്ടെങ്കിൽ, അവർക്ക് ലഭിക്കുകയാണെങ്കിൽ പിന്നെന്തിനാ ഭയപ്പെടേണ്ടത്? അല്ല, അത് അവിടെയാണ് പ്രശ്നം. അത് അവിടെ കൊണ്ട് നിൽക്കില്ല, അത് പിന്നെയും താഴേക്ക് പോകും. കാരണം എന്താ വെച്ചാൽ ഇവർ അതാ ഞാൻ പറഞ്ഞു വന്നേ, NEP കോളേജുകളിൽ ഇതുവരെ നടപ്പാക്കി കഴിഞ്ഞു. കേരളത്തിലെ പ്രമുഖരുടെ മക്കളൊക്കെ പഠിക്കുന്ന CBSE സ്കൂളിൽ നടപ്പാക്കി കഴിഞ്ഞു. ഇത് പിന്നെ പറഞ്ഞിട്ടില്ലേ, ഭരണഘടനയിൽ മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസവും ഇല്ലാത്ത ഭരണഘടനയുടെ കോപ്പിയാണ് സെൻട്രൽ സ്കൂളിൽ വിതരണം ചെയ്യുന്നത്. ഭരണഘടന മാറ്റുക, സെൻട്രൽ സ്കൂളിൽ അതിന് വിതരണം ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. മുഗൾ ഭരണമില്ലാത്ത ഒരു രാജ്യം വരികയാണ്. ഈ മുഗൾ ഭരണം എന്നൊരു സംഗതി ഉണ്ടായിരുന്നില്ല. താജ്മഹൽ ഒളിപ്പിച്ചു നോക്കിയൊന്നും എനിക്കറിയില്ല. ആ മുഗൾ ഭരണം ഇല്ലാത്ത പിന്നെ താജ്മഹൽ എവിടെ തോന്നുന്നുള്ള ചോദിക്കില്ലേ. അതുപോലെ കുറേ സാധനങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ചരിത്രത്തെ മാറ്റുന്നതടക്കം ഇതിൽ ഇടപെടുന്നതടക്കം തൊഴിലിൻ്റെ രീതികൾ മാറുന്നു, സ്കൂളിൻ്റെ രീതികൾ മാറുന്നു, സ്കിൽ സെറ്റ് ഉണ്ടാക്കുന്ന അത്തരത്തിലുള്ള അത് സിലബസ് അല്ല പ്രശ്നം, ഇതിൻ്റെ മെത്തഡോളജി തന്നെ പ്രശ്നമാണ്. ഇപ്പോൾ 5ാം ക്ലാസ് വരെ നിങ്ങൾ പഠിപ്പിക്കുന്നത്
4ാം ക്ലാസ് വരെ അംഗൻവാടി ടീച്ചർമാരെ പഠിപ്പിച്ചാൽ മതി കുട്ടികളെ. പുസ്തകം വേണ്ട. മനസ്സിലായോ? അപ്പൊ പുസ്തകം വേണ്ട എന്നുള്ളത് തെറ്റൊരു കാര്യമാണ്. കാരണം കേരളത്തിൽ വളർന്നു വന്നൊരു വിദ്യാഭ്യാസ രീതിയുണ്ട്. ഇത് രാജസ്ഥാനിലെ ടീച്ചറില്ലാത്ത ഒരു ഏകാധ്യാപക വിദ്യാലയം അല്ല കേരളത്തിലുള്ളത്. കേരളത്തിലെ എല്ലാ സബ്ജക്റ്റിനും ആളുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. കുട്ടികളെ കണക്കും മറ്റേ ഇംഗ്ലീഷും മലയാളവും സാമൂഹ്യ പാഠമൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ആ പഠിപ്പിക്കുന്ന രീതിയിൽ നിന്ന് ഇത് മാറുക എന്ന് പറഞ്ഞാൽ, കരിക്കുലം മാറുക എന്ന് പറഞ്ഞാൽ കരിക്കുലം മാത്രമല്ല അതിൻ്റെ പെഡഗോഗി പഠിപ്പിക്കുന്ന രീതിയിലൊക്കെ വരും. ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു കാര്യം പറയാം, ഞങ്ങൾ NEP നടപ്പാക്കില്ല സ്കൂളുകളിൽ എന്ന് എഴുതി കൊടുക്കട്ടെ സതീശൻ. NEP ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് എഴുതി കൊടുക്കട്ടെ. എന്നിട്ട് അവർ പറയട്ടെ ഞങ്ങൾ ഈ വ്യവസ്ഥ നടപ്പാക്കാൻ തയ്യാറല്ല എന്ന് എഴുതി കൊടുക്കട്ടെ, പറയട്ടെ. അത് ഇപ്പോൾ LDF പോലും അത് ചെയ്തില്ല. LDF ഞങ്ങളുടെ സബ് കമ്മിറ്റി വെച്ചിട്ട് ഞങ്ങൾ അന്വേഷിച്ചിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. അതുപോലെ കൃത്യമായി ഇന്ന കാര്യങ്ങൾ, ഈ കരാറിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ നടപ്പാക്കില്ല. ഞങ്ങൾക്ക് പൈസ തരണമെങ്കിൽ തന്നാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറയാൻ പറ്റണം. ഒരു MOU ഉണ്ടല്ലോ. ഈ MOUയിൽ ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ബാധകമാണ്, ഞങ്ങൾക്ക് പൈസ തരാം, സ്കൂൾ ഞങ്ങൾ സെലക്ട് ചെയ്യും, പൈസ ഞങ്ങൾ മേടിച്ചോളാം, സ്കൂൾ എങ്ങനെ നന്നാക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. കാരണം പൈസ നമുക്ക് അവകാശപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട്. ഈ പൈസ യഥാർത്ഥത്തിൽ BJPയുടെ പൈസയൊന്നും അല്ലല്ലോ, കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിന് അവകാശപ്പെട്ട പൈസയല്ലേ. ആ പൈസ നമുക്ക് വേണമെന്നേ. അത് വേണം, അത് വേണ്ടാന്ന് പറയേണ്ട കാര്യമില്ല. കാരണം അത് അവരുടെ പൈസയല്ല. അത് ഏത് പദ്ധതിക്കും സെൻട്രൽ ഫണ്ട് വരുന്നത് വേണ്ടെന്ന് പറയേണ്ട കാര്യമില്ല. അതിന് നിങ്ങൾ കണ്ടീഷൻ വെക്കണ്ട. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ കണ്ടീഷൻ വെക്കും. ഞങ്ങനെയാണ് കണ്ടീഷൻ. അങ്ങനെ പറയാൻ ധൈര്യം ഉണ്ടോ എന്ന് അറിയട്ടെ. അല്ല, ഞങ്ങൾ സിലബസ് നടപ്പാക്കില്ല നമ്മൾ ഏകപക്ഷീയമായി പറയല്ല വേണ്ടത്. ആ MOU എടുത്തിട്ട് 1, 2, 3, 4, 5 ഇന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ബാധകമല്ല, നിങ്ങൾക്ക് പൈസ ഇറങ്ങി തരാൻ വേണമെങ്കിൽ വേണ്ട. അങ്ങനെ ഔട്ട്റൈറ്റ് ആയിട്ട് പറഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങൾ ഈ സാധനം ക്യാൻസൽ ചെയ്യണം. അല്ലെങ്കിൽ അവിടെയും ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഗവൺമെന്റ് സബ് കമ്മിറ്റി വെച്ചാൽ പോരാ, പബ്ലിക്കിന്റെ എടുക്കണം, പബ്ലിക്കിന്റെ റിയാക്ഷൻ എടുക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു പൊതുസമൂഹം ഇവിടെ ഉണ്ട്. ആ പൊതുസമൂഹത്തിന്റെ അഭിപ്രായം എടുക്കാൻ തയ്യാറുണ്ടോ? ഏതെങ്കിലും വിഷയത്തിൽ എടുക്കാൻ തയ്യാറല്ലെങ്കിൽ ഗവൺമെന്റ് ഫെയിലിയറോ. അത് ഈ വിഷയത്തിൽ നിന്നല്ല, ഇനിയിപ്പോൾ ഏത് വിഷയത്തിൽ പോയാലും ഗവൺമെന്റ് ഫെയിലിയറോ. പിന്നെ വികസനം സംബന്ധിച്ച സതീശന്റെ കാഴ്ചപ്പാട് പറയട്ടെ. വികസനം ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. അത് കേരളത്തിലെ പൊതുസമൂഹത്തിൽ ചോദ്യം ചെയ്യും. ഇപ്പോൾ ശ്രീധരൻ്റെ റെയിൽ പദ്ധതി വന്നു, നല്ലൊരു സമീപനമാണ് ചെയ്തത്. വിവിധ വിഭാഗത്തിലുള്ള ആളുകളെ കൊണ്ട് അത് പഠിപ്പിച്ചു. ഇപ്പോൾ കേരളിനെ എതിർത്ത ആളുകളെ അടക്കം അതിൽ വിളിച്ചു. അവരുടെ സമരസമിതിയായി ബന്ധപ്പെട്ട് വിദഗ്ധരെയൊക്കെ വിളിച്ചു. എന്താ റിപ്പോർട്ട് വന്നതെന്ന് എനിക്കറിയില്ല. അത് ഏത് കാര്യം കൊണ്ടാണോ നിങ്ങൾ കേരളിനെ എതിർത്തത്, അതേ പ്രശ്നമുള്ള വേറൊരു പദ്ധതി നടപ്പാക്കാൻ പറ്റും. പേര് മാറ്റി വേറൊരു പദ്ധതി നടപ്പാക്കി കഴിഞ്ഞാൽ ജനങ്ങൾ വയ്ക്കും. അതുപോലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് 40-50 ദിവസം കൊണ്ടൊരു ഗവൺമെൻറ് വിലയിരുത്തലല്ല. പക്ഷേ സതീശനുള്ള ഒരു ഗുണം ഞാൻ കണ്ടത്, സതീശന് മാത്രമല്ല, ഒരു കാര്യം വന്നാൽ ഉടനെ തന്നെ അതിൻ്റെ കറക്ഷൻ വരാനുള്ള ഒരു സംവിധാനം, ഒരു ഇന്റേണൽ കറക്ഷൻ മെക്കാനിസം UDFിലും കോൺഗ്രസിലും ഉണ്ടെന്നുള്ള നല്ലൊരു കാര്യമാണ്. ജനാധിപത്യത്തിൽ ഞാൻ അങ്ങനെ കാണുന്നൊരു കാര്യമാണ്. ഇപ്പം ട്രംപ് ഒരു നിലപാടെടുത്താൽ, ട്രംപിൻ്റെ നിലപാട് തെറ്റാന്ന് പറയുന്ന റിപ്പബ്ലിക്കൻസ് ഉണ്ടല്ലോ, അത് ശരിയല്ലേ? അതാ ജനാധിപത്യം. ട്രംപ് റിപ്പബ്ലിക്കനായി പോയി, അതുകൊണ്ട് ട്രംപ് നല്ല മനുഷ്യനാണ്, അതിനോട് എതിർക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല. LDFിന് പറ്റിയ മിസ്റ്റേക്ക് അതാ. അങ്ങനെ ഒരാളില്ല. അത് പറയണം. അത് കാരണം ഇത് ജനാധിപത്യ സമൂഹത്തിലാണ്. പിണറായി വിജയനെ എതിർത്താൽ നിങ്ങൾ LDF പാർട്ടിയിൽ പുറത്താകും എന്നുള്ളൊരു സംവിധാനം വരാൻ പാടില്ല. കോൺഗ്രസിൽ അതില്ല. അത് കോൺഗ്രസിന് നല്ലതാണ്. ഇപ്പം ഞാൻ പറയാം, ബന്ധു നിയമനം വന്നു, സണ്ണി ജോസഫിൻ്റെ അളിയനെ നിയമിച്ചു. സത്യത്തിൽ സണ്ണി ജോസഫിൻ്റെ അളിയൻ യോഗ്യതയുള്ള ഒരാൾ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ അങ്ങനെ DCCയുടെ വൈസ് പ്രസിഡന്റാണ്, പാർട്ടി പൊളിറ്റിക്സിലുള്ള ആളാണ്, ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന ആളാണ്. പക്ഷെ അങ്ങനെ ഒരു വിവാദം വന്നപ്പോൾ ആൾ മാറി. പക്ഷേ ശ്രീമതി ടീച്ചറെ മരുമകളെ വെച്ചത് മാറ്റിയില്ല. എന്ത് വിവാദം വന്നിട്ടും 5 കൊല്ലം ശ്രീമതി ടീച്ചറുടെ കൂടെ മരുമകളിരുന്നു. ഞാൻ അതാണ് അതിന് വ്യത്യാസം. ഇപ്പോൾ കേൽക്കറുടെ കാര്യം വന്നു, കേൽക്കറുടെ അല്ല മറ്റേ പ്രദീപിൻ്റെ കാര്യം വന്നപ്പോൾ മാറ്റേണ്ടി വന്നു. മാറ്റാതെ വേറെ രക്ഷയൊന്നുമില്ല അതിനകത്ത്. കാരണം അത് നേരെ മറിച്ച് ഇടതുപക്ഷമാണെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം വരില്ല, അയാൾ തന്നെ അവിടെ ഇരിക്കും. തീർച്ചയായിട്ടും. ഇപ്പം BDയുടെ ബഡ്ജറ്റ് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ സിനിമാ മേഖലയ്ക്കൊക്കെ വലിയ പ്രോത്സാഹനമാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പദ്ധതിയാണ് മിഷൻ സമുദ്ര എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ ഒരു തുറമുഖ തീരമായി കേരളത്തെ മാറ്റുമെന്നൊക്കെ ഉള്ളത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറും വാഗ്ദാനങ്ങൾ മാത്രമാണോ, അതൊക്കെ സംഭവിക്കുമോ? അല്ല, സംഭവിക്കുമെന്നുള്ളത് ആ പദ്ധതിയുടെ ഡീറ്റെയിൽസ് ഒക്കെ വരണം. ഡീറ്റെയിൽസ് ഒന്നും വരാൻ നമുക്ക് പറ്റില്ല. VD ഒരിക്കൽ സംസാരിച്ച്, ഞാനൊരു ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു ചർച്ചയിൽ VD പറഞ്ഞതനുസരിച്ച് എനിക്കറിയാമോ, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് വന്നിട്ടില്ല. പറഞ്ഞത് കേരളത്തിൻ്റെ 600 കിലോമീറ്റർ ദൂരത്ത് തീരമുണ്ട്. ആ തീരത്ത് പഴയ തുറമുഖങ്ങളുണ്ട്, ചരിത്രപരമായ തുറമുഖങ്ങളുണ്ട്. നമുക്ക് പൊന്നാനിയുണ്ട്, ഇവിടെ ബേപ്പൂരുണ്ട്, അഴീക്കലുണ്ട്, കാസർഗോഡ് ബേക്കലുണ്ട്.
ഈ തുറമുഖങ്ങൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലൊരു സമാന്തരമായ ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റം, അത് രണ്ട് തരത്തിൽ നല്ലതാണ്. ഒന്ന് റോഡ് ട്രാൻസ്പോർട്ടിനെ അത് കുറയ്ക്കും, ഗുഡ്സ് ട്രാൻസ്പോർട്ട് വെള്ളത്തിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റും, ചിലവ് കുറവാണ്, പരിസ്ഥിതി മലിനീകരണം കുറവാണ്, അതിലൊക്കെ കൂടുതൽ ടൂറിസത്തിനും അത് വളരെ നല്ലതാണ്. അങ്ങനെ ഒരു യാത്ര പറഞ്ഞാൽ ഒരുപക്ഷെ റോഡിൽ കൂടെ പോണേക്കാളും സായിപ്പന്മാരോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുനിന്ന് വരുന്നവരോ അവർ ഇഷ്ടപ്പെടുക അങ്ങനെ ഒരു യാത്രയായിരിക്കും. ഇപ്പൊ കുട്ടനാട്ടിൽ ബോട്ടിൽ ദിവസങ്ങളോളം ഇരിക്കുന്ന ആളുകളുണ്ടല്ലോ, ബോട്ട് 3 ദിവസം 4 ദിവസം ബുക്ക് ചെയ്ത് ബോട്ടിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. ഞാൻ പറഞ്ഞ അത് പുതിയ ഐഡിയകൾ വരട്ടെ, പുതിയ ഐഡിയ വരുന്നതിനൊന്നും നമ്മളെതിരല്ല. കേരളത്തിൽ പരമ്പരാഗതമായി നമ്മൾ ചിന്തിച്ച് പോകുന്ന ശീലങ്ങൾ മാത്രമേ പറ്റൂ എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ അതിൻ്റെ സാമൂഹ്യ, സാമ്പത്തിക, പാരിസ്ഥിതിക, സാംസ്കാരിക പ്രത്യാഘാതങ്ങൾ പഠിച്ചേ പറ്റൂ. പഠിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം ഇത് വേണം വേണ്ട. അതൊരു പബ്ലിക് ഡിസ്കോഴ്സ് വരണം. ഒരു ഗവൺമെൻറ് ഒറ്റയ്ക്ക് ഞങ്ങളൊരു തീരുമാനമെടുത്താൽ മുമ്പോട്ട് പോകുന്നു എന്ന് പറയുന്നതിന് പകരം ഏതാശയവും നിങ്ങൾക്ക് മുമ്പിൽ വയ്ക്കാം. ബഡ്ജറ്റിന് എത്ര മാർക്ക് കൊടുക്കുന്നു? ബഡ്ജറ്റിൻ്റെ മാർക്ക് തെളിയിക്കണമെങ്കിൽ കുറച്ചുകൂടി സമയം കഴിയും. കാരണം ബഡ്ജറ്റിൽ ഇൻക്ലൂസീവ് ഒരു ബഡ്ജറ്റാണ് ഒന്ന് ഞാൻ കാണുന്നുണ്ട്. അതൊരു ഗുണമാണ്. ചില കാര്യങ്ങൾ ഇൻക്ലൂസീവാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അത് എത്രത്തോളം പ്രായോഗികമായി പോകും എന്നുള്ളത് അടുത്ത 1-2 സ്റ്റെപ്പ് കഴിയുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് കാരണം ഇനി ക്രൈസിസ് വരാനാണ് പോണത്. കേരളം പോലൊരു സ്ഥലത്ത് ക്രൈസിസ്, പലതരത്തിലുള്ള ക്രൈസിസ് കൂടുതൽ വരും. പാർട്ടിക്കകത്തും ഉണ്ടല്ലോ, സതീശൻ അത്ര ഈസി വാക്ക് ഓവർ അല്ലല്ലോ പാർട്ടിക്കകത്ത്. അതുകൊണ്ട് ഇപ്പോൾ ഗവൺമെൻറ് എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ തുഫാൻ പോലൊരു പരിപാടി തീർച്ചയായും കേരളത്തിൽ അത് വലിയ തോതിൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും. ഇപ്പൊ ശിവഗിരി സന്ദർശിച്ചപ്പം വി.ഡി. സതീശൻ പറഞ്ഞത് ശ്രീനാരായണ ഗുരു സ്വപ്നം കണ്ട ഒരു കേരളം, അതാണ് UDFന്റെയും സ്വപ്നം എന്നാണ്. പക്ഷേ സത്യപ്രതിജ്ഞയില് അദ്ദേഹം വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് പറഞ്ഞത് വലിയ വിവാദമായി. ജാതി ചോദിക്കരുത്, ജാതി പറയരുത് എന്ന് പറഞ്ഞ ആളാണ് ശ്രീനാരായണ ഗുരു. പക്ഷെ ജാതിയെ ഊട്ടി ഉറപ്പിക്കുകയാണ് സതീശൻ ചെയ്തത്. എന്തുകൊണ്ടായിരിക്കും അത്? ആ നീക്കത്തിന് പിന്നിലുള്ള കാരണം എന്തായിരിക്കും? ആ നീക്കത്തിന്റെ പിന്നിൽ ഞാൻ കാണുന്നത് വളരെ വേറൊരു സംഗതിയാണ്. സതീശൻ അച്ഛൻ്റെ പേരാണ് പറഞ്ഞത്. ഇപ്പം എൻ്റെ അച്ഛൻ്റെ പേര് പറയുകയാണെങ്കിൽ വലിയ നമ്പൂതിരിയുണ്ട്. എൻ്റെ അച്ഛൻ്റെ പേര് പറയണമെന്നുള്ള വേറെ കാര്യം. കാരണം അന്നത്തെ ഒരു ജനറേഷൻ എല്ലാവരും ഇപ്പോൾ സതീശൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് EMSന്റെയും നായനാരുടെയും PKVയുടെയും ഒക്കെ തലമുറ, P ഗോവിന്ദപിള്ളയുടെയും തലമുറയിൽപ്പെട്ട ഒരാളാണ്. അതിന് മുമ്പുള്ളൊരു തലമുറയാണ്. അന്ന് കമ്മ്യൂണിസ്റ്റുകാർ പോലും ജാതി പേര് വയ്ക്കുന്നത് തെറ്റാണെന്ന് കരുതിയിട്ടില്ല. നമ്മളത് കാണണം. അതൊരു തലമുറയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ ജാതി പേര് വന്നു എന്നുള്ളത് ഞാനൊരു തെറ്റായിട്ട് കാണുന്നില്ല. പക്ഷേ സതീശൻ പറഞ്ഞത് അതിനപ്പുറത്തുള്ള ചില ലക്ഷ്യങ്ങളുണ്ടെന്ന് ഞാൻ കാണുന്നത്. അതിലൊരു കാര്യം, അത് വളരെ പൊളിറ്റിക്കലി ഒരു ഷ്രൂഡ് മൂവ്മെൻ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് തെറ്റാന്ന് പറയാം, ശരിയാന്ന് പറയാം. എന്താ കാര്യം എന്ന് വെച്ചാൽ NSSുമായി നേരിട്ട് ഫൈറ്റിലാണ് സതീശൻ. ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, ഇദ്ദേഹം അഹങ്കാരിയാന്ന് പറഞ്ഞു, ഇദ്ദേഹം കൊള്ളൂല എന്ന് പറഞ്ഞു മറ്റേ സുകുമാരൻ നായർ. അതുപോലെ വെള്ളാപ്പള്ളി നടേശനായിട്ടായാലും അത്ര നല്ല ടേംസിലല്ല സതീശൻ. അവസാനം വെള്ളാപ്പള്ളി പറഞ്ഞു സതീശൻ മിടുക്കനാണെന്നൊക്കെ പറഞ്ഞെങ്കിലും, അപ്പോൾ സുകുമാരൻ നായരുമായിട്ടുള്ളൊരു ഫൈറ്റിൽ വളരെ കൃത്യമായും ഈ പറഞ്ഞതുപോലെ ഒരു നായർ ജനറേഷനിൽപ്പെട്ട ആൾ തന്നെയാണ് ഞാൻ. പക്ഷേ തങ്ങളുടെ അടുത്ത് വരേണ്ട കാര്യം എനിക്കില്ല എന്ന് പറയുന്ന ഒരു സ്വരം അതിലുണ്ട്. സതീശൻ നായരാന്നുള്ളത് കേരളത്തിൽ അറിയാത്ത ആരുമില്ലല്ലോ. സുകുമാരൻ നായർ എന്ന് പറഞ്ഞില്ലെങ്കിലും അറിയില്ലേ. രമേശ് ചെന്നിത്തല നായരാന്നും, ശശി തരൂർ നായരാന്നും, കെ മുരളീധരൻ നായരാന്നും ആർക്കറിയാത്ത കേരളത്തിൽ? എനിക്ക് തോന്നുന്നില്ല ആർക്കെല്ലാം അറിയില്ല. KC വേണുഗോപാൽ നായരാണ്. അപ്പൊ ഈ ഷ്രൂഡ് നീക്കാണ് MLA ആയിരുന്നപ്പോ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇല്ല, മുമ്പ് പറഞ്ഞിട്ടില്ല. ഇപ്പം അദ്ദേഹം നേരിട്ട് അന്ന് സുകുമാരൻ നായരുമായിട്ട് ഇങ്ങനെ ഒരു ഫൈറ്റ് ഇല്ലല്ലോ. ഇപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിലെ നായന്മാരുടെ മൊത്തം കോൺട്രാക്ട് സുകുമാരൻ നായർ എടുക്കുന്നു എന്നൊരു പ്രശ്നമുണ്ട്. അതിനൊരു ചലഞ്ച് ചെയ്യാം, ഞാനും നായരാടാ എന്ന് പറയുന്ന ഒരു രീതി എനിക്കറിയില്ല. ഞാൻ കണക്കാക്കുന്നത് അങ്ങനെയാണ്. അത് സുകുമാരൻ നായരോടാണ് യഥാർത്ഥത്തിൽ പറഞ്ഞത്. പക്ഷേ ജാതി പേര് പറയുന്നത് തെറ്റാണ് എന്ന് വിചാരിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. പിന്നെ ശിവഗിരിയിൽ പോകുന്നത് തീർച്ചയായും കേരളത്തിൽ ഈ വെള്ളാപ്പള്ളി നടേശനെ ചലഞ്ച് ചെയ്യണമെങ്കിൽ ശിവഗിരി മഠത്തിൻ്റെ പിന്തുണ വേണമെന്ന് കൃത്യമായും സതീശൻ അറിയാം. ഈ വെള്ളാപ്പള്ളി നടേശൻ വീക്കായപ്പോഴാണ് ശിവഗിരി അഭിപ്രായം പറയാൻ തുടങ്ങിയത്. നമ്മൾ ശ്രദ്ധിച്ചോളൂ, അവസാനം സ്ഥാനാർത്ഥി നിർണയത്തിന് അല്ലെങ്കിൽ മന്ത്രിമാർ ലിസ്റ്റൊക്കെ കൊടുത്തല്ലോ ശിവഗിരി സഭ. ഇതുവരെ ശിവഗിരി സഭ അങ്ങനെ കൊടുത്തിട്ടില്ലല്ലോ. ഇപ്പോൾ കോൺഗ്രസിനല്ലേ കൊടുത്തേ. അല്ല, ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി.ഡി. സതീശനെ എതിർത്തിരുന്ന പല സംഘപരിവാറുകാർ, BJPക്കാർ പോലും അദ്ദേഹത്തെ ഭരണത്തിൽ വന്നതിന് ശേഷം അനുകൂലിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അല്ല, അതൊക്കെ ഉണ്ടാവും. അതിലിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ SDPI നടത്തിയ ഒരു ആരോപണം എന്ന് പറയുന്നത് അധികാരത്തിൽ വന്ന നാൾ മുതൽ RSSന്റെ അജണ്ട നടപ്പിലാക്കുന്ന ഒരാളായി സതീശൻ മാറുന്നു. അല്ല, ആരോപണം നമുക്ക് ആരും അതൊക്കെ തെളിയിക്കണമെങ്കിൽ കുറേ കൂടി സമയം വേണമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഞാൻ പറയാം, 10 വർഷം
പിണറായി വിജയൻ്റെ 10 വർഷം RSSന് കീഴ്വഴങ്ങിയല്ലേ ജീവിച്ച്. ഞാനങ്ങനെ പറയുന്ന ഒരാളാണ്. കാരണം ഇപ്പോൾ PM ശ്രീ പദ്ധതി ഒപ്പിട്ടതടക്കം, വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള ബന്ധം, MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത്, ഒരുപാട് ആരോപണങ്ങൾ പിണറായി വിജയനെതിരെ മറുപക്ഷം പറഞ്ഞിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും സതീശൻ വന്ന സതീശനെതിരെ ആരോപണം തന്നെ വരും, അത് യാതൊരു തർക്കമില്ല. പക്ഷേ SDPI എന്നിട്ടും പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്ത പാർട്ടിയാണ് SDPI എന്ന് ആലോചിക്കണം. PM ശ്രീ നടപ്പാക്കിയ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ എല്ലാ വർഗീയ പ്രസ്താവനകൾക്കും കൂട്ടുനിന്ന ആളാണ്. മറുവശത്ത് RSSകാർ ഒരുപാട് കാലം പ്രചരിപ്പിച്ച എന്താ, സതീശൻ മുസ്ലിം ലീഗിൻ്റെ അടിമയാണെന്നാണ്. ഇപ്പോഴും അങ്ങനെ പറയുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിൻ്റെ അടിമയാണ് സതീശൻ എന്നല്ലേ ഏറ്റവും വലിയ നെറേറ്റീവ് കേരളത്തിൽ വന്നത്. ചിലപ്പോൾ ബാലൻസ് ചെയ്യാൻ ചെയ്യുമായിരിക്കും, നെഹ്റു ചെയ്തതുപോലെ ഒരു ബാലൻസിങ് ഉണ്ടല്ലോ. അപ്പം നമ്മൾ അത് ഞാനതിനെ അംഗീകരിക്കുന്ന ആളല്ല. പക്ഷേ സതീശൻ RSSൻ്റെ ആളാണെന്ന് പറയണമെങ്കിൽ PM ശ്രീയിൽ എടുത്ത നിലപാട് കൊണ്ട് മാത്രം RSS എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇതുകൊണ്ട് പറയാൻ പറ്റില്ല. അത് വൈസ് ചാൻസലർമാർ, കാരണം എത്ര വൈസ് ചാൻസലർമാരെ ഇവിടെ പിണറായിയുടെ കാലത്ത് ഇയാൾ തോന്നിയ പോലെ നിയമിച്ചിട്ടുണ്ട്. എന്താണ്ടായി അവിടെ? അല്ല, ഈ സർസംഘചാലക് പങ്കെടുത്ത പരിപാടിയിൽ വൈസ് ചാൻസലർ പോവുകയും ചെയ്യും. അപ്പോൾ അതിന് മുമ്പും പോയിട്ടുണ്ടെന്ന്. കേരളത്തിലെ തൃശ്ശൂര് മറ്റേ RSSന്റെ പരിപാടിയിൽ ഇതിനു മുമ്പ് വൈസ് ചാൻസലർമാർ പോയിട്ടുണ്ട്. അല്ല, ശരിക്കും അങ്ങനെ പോകുന്നതിൽ തെറ്റാണോ? തെറ്റാണെന്ന് സതീശൻ പറഞ്ഞല്ലോ. അങ്ങനെ പോകുന്നത് തെറ്റാണെന്ന് പറയാന്നല്ലാതെ ഇനി അതൊരു തമാശയുണ്ട്. കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ, അല്ല കുഫോസിന്റെ വൈസ് ചാൻസലർ ഇടതുപക്ഷം നിയമിച്ച വൈസ് ചാൻസലറാണ്. അയാളും പോയി. ഇടതുപക്ഷത്തിന്റെ യൂണിയന്റെ നേതാവൊക്കെയാണ്. അദ്ദേഹവും കഴിഞ്ഞ RSSന്റെ പരിപാടിക്ക് പോയിരുന്നു. ഞാൻ പറഞ്ഞത് ഞാനതിനെ അങ്ങനെ കാണുന്നില്ല. RSSനെ എതിർക്കേണ്ടത് വളരെ കൃത്യമായും അതിൻ്റെ രാഷ്ട്രീയം വെച്ച് തന്നെയാണ്. അത് സതീശൻ എത്ര മുമ്പോട്ട് പോകുമെന്നുള്ളത് ചരിത്രത്തിൽ തെളിയിക്കാൻ പറ്റും. 40 ദിവസം കൊണ്ട് പിന്നെ ഒരു ഫ്രസ്ട്രേഷൻ രൂപത്തിൽ സതീശനെതിരെ ആരോപണം ഉന്നയിക്കേണ്ട കാര്യമില്ല. ഗിവ് ഹിം ടൈം. ഞാനങ്ങനെയാണ് പറയുന്നത്. ഏതായാലും 5 വർഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. ഇപ്പോൾ CPM പറഞ്ഞതുപോലെ എല്ലാ ബസ്സിലും സൗജന്യം കൊടുത്തില്ലല്ലോ എന്നോ, അല്ലെങ്കിൽ എല്ലാ ബസ്സിലും എന്താ കൊടുക്കാതെ, ആശമാരുടെ എന്താ 21,000 ആക്കാഞ്ഞ് എന്ന രൂപത്തിലുള്ള ചോദ്യത്തിനൊന്നും ഒരു പ്രസക്തിയില്ല. സതീശൻ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും സതീശൻ വിമർശിക്കപ്പെടുക തന്നെ വേണം. കേരളത്തിൽ അതിന് ശക്തമായ ഒരു പൊതുസമൂഹമുണ്ട്. എന്തായാലും കോർപ്പറേറ്റുകളുടെ പ്രിയ തോഴനായിട്ട് നിൽക്കാൻ തന്നെയാണ് VD സതീശൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സ്വകാര്യ നിക്ഷേപങ്ങളെ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യും, എങ്കിൽ മാത്രമേ സംസ്ഥാനത്തിന് വളരാൻ പറ്റുള്ളൂ എന്ന്. അല്ല, കോർപ്പറേറ്റുകളുടെ പിൻബലമില്ലാതെ ഇപ്പോൾ LDF ഗവൺമെൻറ് എന്തിനാ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിച്ചത് റവല്യൂഷണറി ഒന്നും ആയിരുന്നില്ലല്ലോ. ലോക കോർപ്പറേറ്റിൻ്റെ അടുത്ത് പോയി ലോൺ വാങ്ങാൻ പോയ ആളാണ്. ഇപ്പം വിദേശ നിക്ഷേപം വരും, സ്വകാര്യ നിക്ഷേപം വരുമെന്ന് തന്നെയല്ലേ ഇടതുപക്ഷം പറഞ്ഞ്. അവരത് കൊണ്ടുവരാൻ വേണ്ടി എന്തെല്ലാം സർക്കസ് നടത്തി. മറ്റേ ലോക കേരള സഭ, ഇൻവെസ്റ്റർ മീറ്റ്. അതിനിപ്പോൾ ഒരു ഗവൺമെൻറ് വന്നാലും സ്വകാര്യ നിക്ഷേപം വേണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം കേരളം ആ അർത്ഥത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് വേണമെങ്കിൽ പാപ്പരാണ് എന്ന് കേരളം അറിയുന്നു. ഞാൻ ആ ഡെവലപ്മെൻറ്റ് അംഗീകരിക്കുന്ന ആളല്ല. അപ്പോൾ ഡെവലപ്മെൻറ്റ് വേണമെന്ന് ഒരു സമൂഹം തീരുമാനിച്ചാൽ പിന്നെ എവിടെ നിന്നാണ് ക്യാപിറ്റൽ വരാൻ ഇവിടെയില്ല. ഇനി വിദേശ ക്യാപിറ്റലൊക്കെ വരുമെന്നുള്ളതൊക്കെ ഈ പറയുന്ന പോലെയൊക്കെ സംഭവിക്കുമെന്നുള്ള അറിയില്ല. ഇപ്പോൾ കേരളയിൽ കൊണ്ടുവരാൻ പോയതൊരു വിദേശ നിക്ഷേപമില്ല. എന്തായാലും പുതിയ കാലത്തിന്റെ നേതാവ് തന്നെയാണ് VD സതീശൻ അല്ലേ? അവിടെയാണ് ഞാൻ കാണുന്ന ഒരു കാര്യം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് യൂത്തുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരേ ഒരു പൊളിറ്റിക്കൽ ലീഡർ സതീശനാണ് ഞാൻ കണ്ടു. അത് എത്രത്തോളം അദ്ദേഹത്തിന് നിലനിർത്താൻ കഴിയുമെന്നറിയില്ല. അദ്ദേഹത്തിന് പൂക്കിയെന്ന് വിളിക്കുമ്പോഴും ഇപ്പോഴും CPMകാർ അദ്ദേഹത്തെ പൂക്കിയെന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിന് ദോഷമല്ല, ഗുണമാണ് ഉണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ സാധാരണഗതിക്ക് പൊളിറ്റിക്സിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു യൂത്തുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സതീശന് കഴിഞ്ഞിട്ടുണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ എത്ര കാലം നിലനിൽക്കും? അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെയുള്ള താൽക്കാലിക കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ അപ്പുറത്തുള്ള ഒരു ലോകമാണ് അവരിവിടുത്തെ കക്ഷി രാഷ്ട്രീയത്തിൽ അവർക്ക് താല്പര്യമേ ഇല്ല ഇവിടുത്തെ യൂത്തിന്. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഈ പറഞ്ഞതുപോലെ അവർ പറഞ്ഞതൊക്കെ ശരിയാണോന്ന് അറിയില്ല. ഡെവലപ്മെൻറ്റ്, ജോബ്, അതിന് സാധ്യതയുണ്ടോ? എഡ്യൂക്കേഷൻ, പുതിയ തരത്തിലുള്ള എഡ്യൂക്കേഷൻ വരണം, എഡ്യൂക്കേഷൻ ഹബ്ബാവും, മറ്റേ മെഡിക്കൽ ഹബ്ബാവും എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രതീക്ഷ അവർക്കുണ്ടാവും. ഹബ്ബാവോ ഇല്ലയോ എന്നുള്ളത് ചരിത്രം തെളിയിക്കേണ്ട കാര്യം. അവരുടെ പ്രതീക്ഷ നിലനിർത്താൻ കഴിഞ്ഞാൽ സതീശൻ നിൽക്കും, അല്ലെങ്കിൽ സതീശൻ പൊളിഞ്ഞ് പാളീസാവും. പക്ഷെ പ്രശ്നം അതല്ല. അതിന് കൗണ്ടർ ചെയ്ത് പുതിയ തരത്തിലൊരു വീക്ഷണത്തിലേക്ക് പോകാൻ LDFന് കഴിയാതെ വന്നാൽ ഉള്ളൊരു പ്രതിസന്ധിയും ഉണ്ട് കേരളത്തിൽ. പഴയ ഡയലോഗും പഴയ നറേറ്റീവും വെച്ചിട്ടാണ് LDF പോകുന്നതെങ്കിൽ LDFന് ഇതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അവിടെയാണ് ഒരുപക്ഷെ സതീശൻ വിജയിക്കാൻ സാധ്യത. അതിന് പുതിയൊരു കൗണ്ടർ നെറേറ്റീവ് പുതിയതാണോ എന്ന് അറിയില്ല, LDF രൂപപ്പെടുത്തുന്നുണ്ട്. അതിനി പച്ച പിടിച്ച് വരാൻ കുറച്ച് സമയം എടുക്കും. ജിഹാദി കമ്മ്യൂണിസ്റ്റാണ്.
അല്ല, അതൊന്നും നടക്കില്ല. അതൊന്നും ഇനി കേരളത്തിൽ ജിഹാദി കമ്മ്യൂണിസ്റ്റ് KN-ന്റെ ഒരു അല്ല, KN-നെയും PK പോക്കറിനെയൊക്കെ പാർട്ടി ഉപേക്ഷിച്ചതല്ലേ. ഇപ്പോൾ KK രാഗേഷിനെ പോലുള്ള നേതാക്കൾ എത്ര പച്ചയായിട്ട് പറഞ്ഞു, നമ്മുടെ വോട്ട് ഹിന്ദു വോട്ടാണ്, അത് പോവും, BJP കൊണ്ടുപോകും എന്ന് പറഞ്ഞു. ആരെങ്കിലും KK രാഗേഷ് ഇപ്പോഴും കണ്ണൂർ ജില്ലാ സെക്രട്ടറി അല്ലേ? സജി ചെറിയാൻ ഇപ്പോഴും പാർട്ടിയുടെ ഉന്നത നേതാവല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ സതീശന്റെ ഈ ജൈത്രയാത്ര എങ്ങനെ തടുക്കണമെന്ന് CPM ചിന്തിക്കേണ്ടത് തന്നെയാണല്ലേ? തീർച്ചയായിട്ടും. അത് തടുക്കണമെന്നല്ല, ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി വരണം. അതിന് ഈ പറഞ്ഞതുപോലെ മുദ്രാവാക്യ പ്രതിപക്ഷമല്ല വേണ്ടത്. കൃത്യമായും അതിനൊരു ബദൽ അവതരിപ്പിക്കുകയും. പക്ഷെ അവരുടെ പരിമിതി എന്താ? അവരുടെ പരിമിതി ഇപ്പോഴും അവർ മാറാൻ തയ്യാറില്ല എന്നുള്ളതാണ്. അല്ല, അവര് പല തെറ്റുകളും ചെയ്തിട്ടുണ്ട് നേരത്തെ കാലങ്ങളിൽ എന്നുള്ളതാണ്. അല്ല, അത് സമ്മതിക്കണമെന്നേ. ഞാൻ പറഞ്ഞു, PM ശ്രീ ഒപ്പിട്ടത് തെറ്റായി പോയി എന്ന് സമ്മതിക്കാതെ സതീശൻ PM ശ്രീ നടപ്പാക്കുന്നതിനെ എതിർക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അതല്ലേ പ്രശ്നം. അതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ധാർമ്മികത. ഞങ്ങൾ അന്ന് ഒരു സമ്മർദ്ദത്തിൻ്റെ പുറത്ത് ഒപ്പിട്ട് പോയി, അത് തെറ്റായിരുന്നു. അല്ലാണ്ട് ഞങ്ങൾ ഒപ്പിട്ടത് നടപ്പാക്കാനല്ല എന്നൊക്കെ പറഞ്ഞാൽ അത് സാമാന്യ ബുദ്ധിക്ക് ഒരു ഗവൺമെൻറ് അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ. കടലാസ് ഒപ്പിട്ടിട്ട് ഞങ്ങൾ നടപ്പാക്കാനല്ല എന്നൊക്കെ പറയണത് ശരിയല്ലല്ലോ. CPI പറയുന്നത് ശരിയാണ്, സമ്മർദ്ദത്തിൻ്റെ പുറത്ത് ഒപ്പിട്ടത് തെറ്റാണ്. അത് പറയാൻ ഇപ്പോഴും CPM തയ്യാറല്ല എന്നുള്ളിടത്താണ് എന്തായാലും നമുക്ക് കാത്തിരുന്നു കാത്തിരുന്നത്.